عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ ആത്മമിത്രങ്ങളായ ശിഷ്യഗണങ്ങളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ആര് ഇമാമ് നിൽക്കണം, ആരെയാണ് ഇമാമ് നിർത്തേണ്ടത്, അതിന് ആരാണ് ആദ്യം മുൻഗണന, പിന്നെ മുൻഗണന, ഇങ്ങനെ നാം ചർച്ച ചെയ്തു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നിസ്കാരം സ്വീകാര്യമാകാനുള്ള നിബന്ധനകൾ. നിസ്കാരം സ്വീകാര്യമാകാനുള്ള നിബന്ധനകൾ, ഷർത്തുകൾ ശ്രദ്ധിക്കുക. പല സിഹത്തിൽ ഇഖ്തിദാ, നിസ്കാരം സ്വീകാര്യമാകാനുള്ളതല്ല, തെറ്റിപ്പോയതാണ്. തുടരെ സഹിയാകാനുള്ള നിബന്ധന. നിസ്കാരം സ്വീകാര്യമാകാനുള്ള നിബന്ധന നാം കഴിഞ്ഞ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നാം പഠിക്കുന്നത് തുടരൽ സഹിയാകാനുള്ള നിബന്ധന. ഒരു ഇമാമിനെ തുടരണമെങ്കിൽ, ആ സ്വീകാര്യമാവണമെങ്കിൽ അതിന് നിബന്ധനകൾ. അതാണ് ഒരു സിഹത്തിൽ ആരെയും പോയിട്ട് തുടരാൻ പാടില്ല. തുടരെ സഹിയാകണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം. നോക്കാം, പരിസിഹത്തിൽ തുടരെ സ്വീകാര്യമാകുന്നതിനെ കൊണ്ട് സുറൂത്തു ഷർത്തുകളാകുന്നത് സിംഹത്തി ജാർ മജറൂർ ഖബ് മുഖദ്ദമാണ്. അല്ലെത്തായ മുനാഫിലെ ഈ സുറൂത്ത് മുഖ്തമഹറം. ശ്രദ്ധിക്കണം, അർത്ഥം നോക്കുമ്പോൾ തർക്കീബ് സഹിതമാണ് വെക്കേണ്ടത്. അത് സിംഹത്തിൽ ഇഖ്തിദാ തുടരെ സ്വീകാര്യമാകുന്നതിനെ കൊണ്ട് സുറൂത്തും ചില ഷർത്തുകളാവുന്നത്. അല്ലവ്വൽ, ഒന്നാമത്തേത് അയ്യകൂനൽ ഇമാമു മുതതഹിറാ, ഇമാമ ശുദ്ധിയുള്ളവരായിരിക്കണം. ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. അതിന് എന്ത് ചെയ്യണം? ശുദ്ധി ഉണ്ടായിരിക്കണം കേട്ടോ. നജസിൽ നിന്നും ചെറിയ ശുദ്ധി വലിയ ശുദ്ധി എന്നൊക്കെ എന്താക്കണം? ശുദ്ധിയാനാകാനായിരിക്കണം. അപ്പോൾ ഇമാമ ശുദ്ധിയുള്ളവനായിരിക്കുക. ഫലോകാന മോദിസൻ പറയാണ്, ഇമാമ ചെറിയ ശുദ്ധിക്കാരനാണെങ്കിൽ, ഒന്ന് കുറഞ്ഞ ആളാണെങ്കിൽ, ഔ ഹാമില നജാസത്തി, അല്ലെങ്കിൽ നജസിനെ ചുമന്നവനാണെങ്കിൽ, ഓരി അങ്ങനത്തെ നജസാണ്, ഓരി മാഫു പിന്നെ വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്ത. അപ്പം വിട്ടുവീഴ്ചകളില്ലാത്ത ചെയ്യപ്പെടാത്ത നജസിനെ ചുമന്നവനോ ചെറിയ ശുദ്ധിക്കാരനോ ആണെങ്കിൽ ലം തസിഹ സലാത്തുൽ മഅ്മൂമി, മഅ്മൂമിൻ്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഇമാം നിസ്കാരം സ്വീകാര്യമല്ലാത്തവരാണ് മഅ്മൂമിൻ്റെ നിസ്കാരം അവരെ സ്വീകരിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇമാം ശുദ്ധിയുള്ളവനായിരിക്കണം. ചെറിയ ശുദ്ധിയിൽ നിന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് നജസ്സിൽ നിന്ന് എന്നിട്ട് ശുദ്ധിയായവനായിരിക്കും. ഇന്നലിമൽ ഹാല ഫിൽ ഇഖ്തിദാ, തുടരുമ്പോൾ തന്നെ സ്ഥിതി അറിയണം. ഇന്നലിമ മഅ്മൂം അറിഞ്ഞാൽ അൽ ഹാല, ഇമാമിൻ്റെ അവസ്ഥയെ, ഫിൽ ഇഖ്തിദാ, തുടരുന്ന അവസരത്തിൽ ഇമാമ് ശുദ്ധിയായിട്ടില്ല എന്നറിഞ്ഞ ആളാണെങ്കിൽ നിസ്കാരം ചെയ്യാവില്ല എന്ന് പറഞ്ഞത്. നിസ്കാരം ചെയ്യാവില്ല പോയാ ഇന്നലിമൽ ഹാല ഫിൽ ഇഖ്തിദാ, ഇമാമിൻ്റെ അവസ്ഥ മഅ്മൂം അറിഞ്ഞാൽ ഫിൽ ഇഖ്തിദാ, തുടരുന്ന അവസരത്തിൽ തന്നെ, തുടരുമ്പോൾ തന്നെ ഒന്നുമില്ലാത്തവനാണ്, നജസ് ചുമന്നവനാണെന്ന് അറിഞ്ഞാലാണ്. ഔ ഫിൽ അദ്നാ, അല്ലെങ്കിൽ ഇടയിൽ വെച്ചാണ്, ഇടയിലാണ് അറിഞ്ഞത്. നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്തായാലും ശുദ്ധിയില്ലാന്ന് അറിഞ്ഞത്. എന്നിട്ട് വല്ല മിഫാരിക്കും മാമ വിട്ടുകഴിഞ്ഞിട്ടുമില്ല. നിസ്കരിക്കുന്നതിനിടയിൽ മാമ ഉദവില്ലാത്തവനാണ്, അല്ലെങ്കിൽ ശുദ്ധി നജസ് ചുമന്നവനാണ് അറിഞ്ഞിട്ടും എന്തായി, അവൻ്റെ പെന്നെ കൂടി വിട്ടുപിരിഞ്ഞില്ല. പറഞ്ഞ ഉടനെ എന്ത് ചെയ്യണോ? അപ്പം തന്നെ
ആ സ്പോട്ടിൽ തന്നെ എന്താക്കണോ ഇമാമുമായി ബന്ധം വിട്ടുവരിക. അല്ലെങ്കിൽ നിസ്കാരം ചെയ്യാവൂല. അതാണ് ഔഫിൽ അദ്നാർ, അല്ലെങ്കിൽ ഇടയിലാണ് അറിഞ്ഞത് മലവിഫാലിമുഹു വിട്ടുപിരിച്ചിട്ടുമില്ല എങ്കിൽ നിസ്കാരം ചെയ്യുക. അപ്പോൾ ഇമാമ ചെറിയ ശുദ്ധിക്കാരനാണ്, നൈസ് ചുമന്നവനാണ് എന്ന് സ്കരിക്കുന്ന അവസരം ഇമാമ തുടരുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഇടയിലോ അറിഞ്ഞു. തുടരുന്ന അവസരത്തിൽ അറിഞ്ഞവന് തുടരാൻ പാടില്ല, അതും ഒഴിവാക്കുവാൻ തുടർന്ന് നമസ്കാരം ചെയ്യാവില്ല. ഇടയിൽ വെച്ച് അറിഞ്ഞു, കണ്ടു, മനസ്സിലാക്കി എങ്കിൽ അപ്പോൾ വിട്ടുപിരിയണം, അല്ലെങ്കിൽ നിസ്കാരം ചെയ്യാറില്ല. പിന്നെ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞു, ഇമാമ് ശുദ്ധിയുള്ളവനായിരിക്കും. ചെറിയ ശുദ്ധി, വലിയ ശുദ്ധി എന്നൊക്കെ എന്താക്കണം, ഇമാമ് ശുദ്ധിയായിരിക്കണം. ഇമാമെ തുടരാൻ പാടുള്ളൂ. രണ്ടാമത്തെ നിബന്ധന യകൂന സ്വലാത്തുൽ ഇമാം, ഇമാമിന്റെ നിസ്കാരമാവണം സഹിഹതൻ ഫീ ഇഅ്തിഖാദിൽ മഅ്മൂമി, മഅ്മൂമിന്റെ നിസ്കാര വിശ്വാസത്തിൽ സ്വീകാര്യമാണ്. മഅ്മൂമിന്റെ വിശ്വാസം ഇമാമിന്റെ നിസ്കാരം സഹിയാണ് എങ്കിലേ തുടരാൻ പാടുള്ളൂ. അവന് ഒന്നും അറിഞ്ഞൂടാ, സഹിയല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തുടരാൻ പാടില്ല. മഅ്മൂമിന്റെ വിശ്വാസം ഇമാമിന്റെ നിസ്കാരം സ്വീകാര്യം. അപ്പോൾ ചെറിയൊരു ഡൗട്ട് വരും, എന്താ, രണ്ട് പാത്രം വീടെടുക്കാൻ രണ്ട് പാത്രമുണ്ട്. രണ്ടാളുടെയും ഇജ്തിഹാദ് വ്യത്യസ്തമാണ്. രണ്ട് ഏതാണ് ശുദ്ധിയുള്ളത്, ഇവൻ്റെ വിശ്വാസം അതാണ്, മറ്റൊരു വിശ്വാസം ഇതാണ്. അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയം ആയിട്ടുണ്ടോ ഇല്ലേ, മറ്റേ പറയുന്ന ആയിട്ടുണ്ട്, മറ്റേ ആയിട്ടില്ല. ഔഫിൽ ഖിബിലത്തി, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങോട്ടായിരുന്നു, മറ്റൊരാൾ അങ്ങോട്ടായിരുന്നു. ഇങ്ങനെ രണ്ടുപേരുടെയും ഇജ്തിഹാദ് വ്യത്യസ്തമായാൽ ഔനാമിനാലിക്ക മൂന്ന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പാത്രം ഏതാ ശുദ്ധിയുള്ളതെന്ന് രണ്ടുപേർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അല്ലെങ്കിൽ നിസ്കാരം സമയമായിട്ടുണ്ട് എന്ന വിശ്വാസം രണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അല്ലെങ്കിൽ കിബില എങ്ങോട്ടാണെന്നുള്ളത് രണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അല്ലെങ്കിൽ അത് പോലത്തത് മൂന്ന് ഉദാഹരണം പറഞ്ഞു. അല്ലെങ്കിൽ അത് പോലത്തെ കാര്യങ്ങളിൽ രണ്ട് ഇമാമും മാമുമിൻ്റെയും ഇജ്തിഹാദ് ഗവേഷണം വ്യത്യസ്തമായാൽ മെസ്സിഹ ഇഫ്തിദാവാദി അവനിൽ ഒരാൾ മറ്റൊരാൾ തുടരുണ്ടാവില്ല, സഹിയല്ല. കാരണം ഇവൻ്റെ വിശ്വാസത്തിൽ അവൻ നിസ്കാരം സഹിക്കുകയല്ല, ഇവൻ്റെ വിശ്വാസത്തിൽ അവൻ നിസ്കാരം ചെയ്യുകയല്ല, അവൻ്റെ വിശ്വാസം ഇവൻ്റെ നിസ്കാരം ചെയ്യില്ല. അപ്പം രണ്ടുപേരും തുടരാൻ പാടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ നിബന്ധന ഇമാമിൻ്റെ നിസ്കാരം മഅ്മൂമിൻ്റെ വിശ്വാസത്തിൽ സ്വീകാര്യമാവണം. അപ്പോൾ രണ്ടാളുടെയും ഇജ്തിഹാദ് വ്യത്യസ്തമായാൽ, രണ്ട് പാത്രത്തിലോ സമയത്തിലോ കിബിലയിലേക്ക് മുന്നിടുന്നതിലോ അതുപോലത്തെയിലോ രണ്ട് കൂട്ടരുടെ ഇജ്തിഹാദ് ഗവേഷണമായാൽ ലമസിഹ ഇഖ്തിദാഉ ഹദീമ, അവരിൽ ഒരാൾ തുടരെ സഹിയല്ല ബിൽ ആഖരി, മറ്റാളോട്. ഇനി അതേപോലെ മദ്ഹബ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവൻ ഷാഫി മദ്ഹബ്, അവൻ ഹനഫി മദ്ഹബ്. ഇവൻ ഷാഫി മദ്ഹബ്, മറ്റവൻ മാലിക്കി മദ്ഹബ്. ഇവൻ ഷാഫി മദ്ഹബ്, അവൻ ഹംബലി മദ്ഹബ്. ഉദാഹരണം പറയാം, വലബി ഇഖ്തദാ ഷാഫിഇയ്യുൻ ബി ഹനഫിയ്യിൻ, ഷാഫിക്കാരൻ ഹനഫിക്കാരനോട് തുറന്നാൽ എങ്ങനത്തെ ഹനഫിക്കാരനാണ്? മസ്സ ഫർജു, അവൻ്റെ ഉദ്യസ്ഥാനം തൊട്ടു. ഹനഫിക്കാരൻ്റെ മദ്ഹബിൽ അത് നിസ്കാരം പ്രശ്നമില്ല. കാരണം എന്താ, അവന് തമ്മിൽ സംയോഗം ചെയ്താൽ മാത്രമേ ഉദു മുറിയുള്ളൂ എന്നാണ്. അല്ലാതെ തൊട്ടോണ്ടൊന്നും മുറി മുറിയില്ല എന്നാണ് ഹനഫിക്കാരൻ്റെ മദ്ഹബ്. അപ്പോൾ ഹനഫിക്കാരൻ്റെ മദ്ഹബിൻ്റെ നിസ്കാരം സഹിയാണ്, ഹനഫിക്കാരൻ്റെ വിശ്വാസത്തിൽ അവൻ്റെ നിസ്കാരം സഹിയാണ്. പക്ഷേ ഷാഫി ഇമാമിൻ്റെ നിസ്കാരം മദ്ഹബുകാരന് അവൻ നിസ്കാരം ചെയ്യാവില്ല. കാരണം അവൻ്റെ മുഖ്യസ്ഥാനം തൊട്ട ഉദു മുറിയും എന്ന് വിശ്വസിക്കുന്നവനാണ് ആ ഒരു ഷാഫിക്കാരൻ.
വലവിക്തത ഷാഫിയും ഷാഫിമ തുറന്നാൽ ഷാഫി മദബുകാരൻ തുറന്നാൽ ഹനഫി മദബുകാരനോട് എങ്ങനത്തെ ഹനഫി മദബുകാരനാണ് മസ്സാം തൊട്ടിട്ടുണ്ട് ഫർജോന്ന് ഉഗ്യസ്ഥാനം തൊട്ടിട്ടുണ്ട് അങ്ങനത്തെ ഹനഫിക്കാരനോട് ഷാഫി മദബുകാരൻ തുറന്നാൽ തുടരെ സ്വീകാരമല്ല നിസ്കാരം എന്താവില്ല തുടരാൻ പറയും അഭിക്തത ഷാഫിയും ഹനഫി ഷാഫി ഇമാമെ ഷാഫി മദബുകാരൻ ഹനഫിക്കാരനോട് തോന്നുന്നു എങ്ങനത്തെ ഹനഫിക്കാരനാണ് ഇഫ്തസദ അവൻ കൊത്തി വച്ചിട്ട് രക്തം പുറപ്പെടുത്തുണ്ട് കൊത്തി വെക്കുക കൊത്തിയിട്ട് ആ രക്തം കളയുക ഇഫ്തസദാണ് കൊത്തി വെക്കുക കൊമ്പ് വെക്കുക കൊത്തി വെക്കുക എന്ന ഒരു മുമ്പുള്ള നബിയുടെ കാലത്തൊക്കെ ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ചീത്ത രക്തം ഒഴിവാക്കുക. അപ്പോൾ നമ്മളെ ഷാഫി മദബിൽ അത് പ്രശ്നമില്ല, ഒന്നും പറയില്ല. അപ്പോൾ കൊത്തി വെച്ച് രക്തം പുറപ്പെട്ട നബിയോട് ഷാഫി മദബുകാരൻ തുറന്നാൽ ഷാഫി മദബുകാരൻ്റെ നിസ്കാരം തുടരെ ചെയ്യുക. മനസ്സിലായില്ലേ? മൂന്നാമത്തെ നിബന്ധന അന്തകുന സ്വലാത്തുൽ ഇമാമി മുഗ്നിയത്തുൻ അനിൽ ഖദാ. ഇമാമിൻ്റെ നിസ്കാരമാവണം മുഗ്നിയത്തൻ, അതിന് കഥാ വീട്ടേണ്ട ആവശ്യമില്ലാത്ത കഥാ വീട്ടാൻ ആവശ്യമില്ലാത്ത നിസ്കാരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ട നിസ്കാരമാവാൻ പാടില്ല. ചില സമയത്ത് നിസ്കാരം മാറ്റി നിസ്കരിച്ചു അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട്. ഇതാണ് പറയാം, താമം ചെയ്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ മുഖത്തോ താമവിൻ്റെ അവയവത്തിലാണ് മുറി കെട്ടിയതാണ്. താമവിൻ്റെ അവയവത്തിൽ മുറി വെച്ച് കെട്ടിയതാണ്. അപ്പോൾ അവിടെ മുതവിന് വെള്ളം പ്രവേശിക്കൂല, താമവിന് മണ്ണ് പ്രവേശിക്കൂല. അതുകൊണ്ട് ആ നിസ്കാരം തീരെ മാറ്റി നിസ്കരിക്കും. അല്ലെങ്കിൽ മുതവില്ലാതെ വെച്ച് കെട്ടിയതാണ്. മുതവിൻ്റെ അവയവത്തിലാണ് കാൽമലാണ് മുറിയെങ്കിൽ മുതവില്ലാതെ വെച്ച് കെട്ടിയതെങ്കിൽ ആ നിസ്കാരം തീരണം മാറ്റി നിസ്കരിക്കും. ഇങ്ങനെ കഥാവിന് തൊട്ട് ഇമാമിൻ്റെ നിസ്കാരം ആവുക മോനിയത്തിന് ആവശ്യമില്ലാത്തതായിരിക്കുക. അതിന് കഥാന് തൊട്ട് കഥാ വീട്ടാൻ ആവശ്യമില്ലാത്തതായിരിക്കണം. അപ്പോൾ സഹിയാവൂല ലിഫ്തിത തുടരൽ ലിമൻ ഒരുത്തന്നെ തൽസമുഖു അവനക്ക് നിർബന്ധമാണ്. യാറ്റും നിസ്കാരം മടക്കൽ നിർബന്ധമാണ്. അങ്ങനത്തെ ഒരുത്തനോട് തുടരൽ മാമൂമിനൊന്നും അവിടെ പറ്റൂല, സഹിയല്ല. മനസ്സിലായില്ലേ? ഉദാഹരണത്തെ മുഖീമിൻ താമമാണ്, സ്വദേശിയായ ആൾ താമം ചെയ്ത് നിസ്കരിച്ചു. തണുപ്പുണ്ടോ അല്ലെങ്കിൽ ശക്തമായ തണുപ്പ് വെള്ളം പറ്റുന്നില്ല. ഇങ്ങനത്തെ ചെറിയ സന്ദർഭത്തിൽ മുഖീമിനെ ചെയ്യാൻ പറ്റില്ല. സ്വദേശി അവനക്ക് താമം ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം നടക്കണം. പിന്നെ അറാബിയോ നാലാമത്തെ നിബന്ധന അല്ലായക്കൂന മുക്തദിയൻ, ഇമാമ് മറ്റൊരാളെ തുറന്നവനാവാതിരിക്കുക. ഇമാമ് മറ്റൊരാളെ തുറന്നവനാവാതിരിക്കുക. അപ്പോൾ മറ്റൊരാളെ തുറന്ന് അങ്ങനത്തെ ആളോട് ചെയ്യാൻ പറ്റില്ല, ഇമാം അവിടെ തുടരാൻ പാടില്ല, സഹിയാവില്ല. പല വിക്തതാവിൻ മമൂമിനോട് തുറന്നു. അവൻ ഷക്കാബി അന്ന് മാമൂമാണോ അല്ലേ എന്ന് സംശയിക്കും എന്ന വിഷയത്തിൽ സംശയിച്ചവനോട് തുറന്നു. ഞാനും സിംഹാസ്കാരം ആവില്ല, തുടരെ സഹിയാവില്ല. ഒരാൾ തുടരാണ്, അവന് മാമൂമിനോട് തുറന്നതെങ്കിൽ നിസ്കാരം ചെയ്യാവില്ല തുടരൽ. അതേപോലെ മാമൂമാണോ ഇല്ലേ സംശയമുള്ള ഒരാളാണ് തുടരുന്നത്, എന്നാൽ നിസ്കാരം ഉണ്ടാവില്ല, ശരിയാവില്ല. ആ തുടരുന്നവരെ സഹിയാവില്ല. അൽ ഖാമിസു അഞ്ചാമത്തേത് അല്ലാ യകൂനുൽ ഇമാമു ഉമ്മിയാ, ഇമാമ് അക്ഷര വിദ്യാഭ്യാസമില്ലാത്തവന ആവാതിരിക്കുക. ഇമാമ്
ആവരുത്. ആര് വിദ്യാഭ്യാസം ഇല്ലാത്തവണ്ണം ആവരുത്. അറബിയൊക്കെ ഉമ്മിയാവാൻ പാടില്ല. ഇപ്പം അതിനൊക്കെ അറിയാം. അപ്പം ഇമാമ ഉമ്മിയായ നിസ്കാരം സഹിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലാതാക്കാൻ മാമവും മിച്ചിലവും മാമവും അവനെ പോലെ അയാൾ വൈകും. ഇമാമും മാമുമൊക്കെ ആ വിഷയത്തിൽ ഒരേ ഡിഗ്രിയാണെങ്കിൽ പറയാം. ഇമാമും എഴുത്തുമാനെ അറിയുന്ന ആളാണ്, അറിയാത്ത ആളാണ്. മാമും എഴുത്തുമാനെ അറിയാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. ഇമാമ ഉമ്മിയാണ്, ഇമാം വിദ്യാഭ്യാസമുള്ളതാണെങ്കിൽ തുടരാൻ പാടില്ല. അതേപോലെ തുടർ ചെയ്യാവില്ല താരിയും ഈ ഉമ്മിയും. ഓത്തറിയുന്നവൻ ഉമ്മിയോട് തുടരുന്നുണ്ടാവില്ല, സയ്യാവും. ഓദ്യം ഓത്ത് പഠിച്ച ആളാണ് മാമൂമ്. അവനെ ഏറ്റവും ഓത്ത് പഠിച്ചാത്തവനും തുടരുന്നുണ്ടാവില്ല, സയ്യാവില്ല. ആറാമത്തെ നിബന്ധന അല്ലായക്കൂന ഇമാമാവരുത് ഇമ്രാത്തൻ പെണ്ണാവരുത് അലാഹുൻസ ആണോ പെണ്ണും അല്ലാത്തൊരു വിഭാഗം ഉണ്ടല്ലോ, അവനുമാവരുത്. ഇമാമ പെണ്ണിനോട് തോന്നുന്ന നിസ്കരിച്ചാൽ സഹിയാവില്ല. അതേപോലെ ഹുൻസ ആണുമാണ് പെണ്ണുമാണ് അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ആണും പെണ്ണുമാണ്. ആണുമല്ല പെണ്ണുമല്ല അങ്ങനത്തെ വിഭാഗമല്ലേ. ആണിൻ്റെ അവയവമുണ്ട്, അതേപോലെ പെണ്ണിൻ്റെ സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ പിന്നെ പെണ്ണിൻ്റെ ഉയർസ്ഥാനമുണ്ട്, ആണിനൊക്കെ പോലെ താടി മീശയും അങ്ങനത്തെ എല്ലാം ഉണ്ട്. അങ്ങനെ പല വിഭാഗമുണ്ട് അങ്ങനത്തെ ആളുകൾ. അങ്ങനത്തെ ഉമ്മി ഹുൻസയോട് തുടരാൻ പാടില്ല, പെണ്ണിനോട് തുടരാൻ പാടില്ല, ഹുൻസയോട് തുടരാൻ പാടില്ല. പിന്നെ ഇല്ല ഇതാക്കാനൽ മാമൂ മുറാത്ത മാമൂ പെണ്ണായാലേ ഇല്ലേ. മാമൂ പെണ്ണായാൽ എന്ത് ചെയ്യാം? പെണ്ണിനോട് തുടരാം, ഹുൻസയോട് തുടരാം. അപ്പം നേരത്തെ ഒരാൾ സംശയം ചോദിച്ചു, നേരത്തെ അർത്ഥം വെച്ചപ്പോഴും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്താതെ മാമ ചെറിയ ശുദ്ധിക്കാരനാണെന്ന് അറിഞ്ഞത്. ഇന്നത്തെ കാറ്റാണ്. അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ജനാപത്തിക്കാരനാണെന്ന് പറഞ്ഞത്. ഇന്നത്തെ കാറ്റ് ഉസ്താദ് നിസ്കാരം മടക്കണോ വേണ്ടത്? അവ അല്ലെങ്കിൽ നേരത്തെ ചുമന്നതിന് അറിഞ്ഞത് ഉസ്താദ് നിസ്കാരം തരാൻ മുട്ടിയതിന് ശേഷമാണ് എന്നെ വരെ അറിഞ്ഞില്ല. അങ്ങനത്തെ കാട്ടു നടക്കണോ വേണ്ടേ? അപ്പോൾ പറഞ്ഞപ്പോൾ സംശയം ചോദിക്കാമെന്ന് ചിലതിന് ചോദിക്കാൻ വിചാരിച്ചു, ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? നടക്കണോ വേണ്ടേ? കുഞ്ഞുമക്കളെ പറയൂ. കേട്ടോളി വലോപാന മുഹമ്മദ് വ്യക്തമായത് അത് പൊറായി നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് വ്യക്തമായതെങ്കിൽ കവലിമാമി മാമാവലിനെ മോദിസം ചെറിയ ശുദ്ധിക്കാരൻ ഔ ജനുബൻ അല്ലെ ജനാപത്തുകാരൻ ഔ ഹാമിലി നജാസത്തി വയസ്സിനെ ചുമന്നവനാണെന്ന് അറിഞ്ഞത് എപ്പോഴാണ്? നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് എങ്കിൽ നിസ്കാരം മടക്കാൻ നിർബന്ധമില്ല. നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞതെങ്കിൽ മടക്കാം. അപ്പം സംശയം പോലെ ബാന ഉമ്മീയൻ ഒരാൾ ഇമാമ അവന് വ്യക്തമായ ഉമ്മീയൻ ഇമാമ ഉമ്മിയാണ് വ്യക്തമായി എത്തുമാനം അറിയാത്ത ആളാണ്. പൗവകാലിൽ രഹസ്യയിൽ മാമൂമ് ഓത്തറിയുന്നവനാണ്. ഇമാമ ഉമ്മിയാണ് വ്യക്തമായി. അവിമ്രാത്തൻ അലി ഇമാമ പെണ്ണാണെന്ന് വ്യക്തമായി. അവർ അതിന് നേതൃത്വത്തിൽ മാമൂ പുരുഷനാണ്. ഔ ഹുൻസ അലി ഹുൻസയാണ്. അത് മാമൂമ് അവല്ലെങ്കിൽ ബാല ഇമാമായി കാഫിറൻ അവിശ്വാസിയായി. ഇങ്ങനെയൊക്കെ അറിഞ്ഞ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞാൽ വജബല്ലാത്ത നിസ്കാരം അടക്കം നിർബന്ധമാണ്. ഇമാമ പെണ്ണാണ് വിഷയം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത്. അവൻ പെണ്ണെന്തായി മാവന്ന് കെച്ച് മാവാണ് മാമൂമ്മ എന്ത് ചെയ്ത് ആണാണ് വിചാരിച്ചിട്ട് തുറന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പെണ്ണാണ് വിഷയം. കാരണം ഇവനെ ഇവളെന്ത് ചെയ്ത് ഇവിടെ ഈ ഇതൊക്കെ അയച്ചു നോക്കിയപ്പോൾ പാവാടി മുഖപ്പായ പെണ്ണുങ്ങളപ്പായാണല്ലോ സ്ഥലപ്പായ കറുത്ത കോട്ട ഇട്ടിട്ട് നമ്മ കൃഷ്ണന്മാരങ്ങനെ കറുത്ത കോട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് വിചാരിച്ച് നിസ്കരിച്ചതാ. കാര്യം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ്
പെണ്ണാണ് വിഷയം. അല്ലെങ്കിൽ ഓത്തറിയുന്നവനാണ് ഇമാമ് ഉമ്മിയാണെന്ന് പിന്നെ മനസ്സിലാക്കി. അല്ലെങ്കിൽ അവൻ ഇമാമ വിശ്വാസിയാണെന്ന് വ്യക്തമായ നിസ്കാരം ചെയ്യണം, അതൊക്കെ നിർബന്ധമാണ്. നിസ്കാരത്തിനിടയിലാണ് വ്യക്തമായതെങ്കിലോ നിസ്കാരം അയച്ചു നിന്ന് കൊണ്ടുവരാൻ നിർബന്ധമാണ്. നിസ്കാരത്തിനിടയിലാണ് വ്യക്തമായതെങ്കിൽ ഉമ്മിയാണെന്ന വിഷയം, പെണ്ണാണെന്ന വിഷയം, അത് താമിറാണെന്ന വിഷയം നിസ്കാരത്തിനിടയിലാണ് വ്യക്തമായതെങ്കിൽ അജബൽ ഇസ്തിനാക്കും നിസ്കാരം കഷ്ടങ്ങളൊന്നും കൊണ്ടുവരാൻ ആദ്യം മുതലൊക്കെ കൊണ്ടുവരാൻ നിർബന്ധമാണ്. വേറെ വിഷയം എന്തല്ല, ചെറിയ വിഷയമല്ല, വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് നമസ്കാരം ചെയ്യണം. അച്ചുമന്ന് കൊണ്ടതുകൊണ്ട് തുടക്കം മുതലേ സ്റ്റാർട്ടിങ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളെന്ന് പഠിച്ചു. നിസ്കാരത്തിന് ഷർത്ത് സ്വീകാര്യമാകാനുള്ള ഷർത്ത പറഞ്ഞത്, ഒന്ന് ഇമാം ശുദ്ധിയുള്ളവനായിരിക്കണം. 2 ഇമാമിൻ്റെ നിസ്കാരം മഅ്മൂമിൻ്റെ വിശ്വാസം സ്വീകാര്യമായിരിക്കണം. 3 ഇമാമിൻ്റെ നിസ്കാരം ഖദാ കൂട്ടാൻ ആവശ്യമില്ലാത്തതായിരിക്കണം. 4 ഇമാം മറ്റൊരാളെ തുടർന്നവനാവാതിരിക്കണം. 5 ഇമാം ഉമ്മിയാവാതിരിക്കണം. 6 ഇമാം പെണ്ണോ ഹുൻസയോ ആവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇമാമിൻ്റെ 7ാമത്തെ ഷർത്താണ് അടുത്ത ക്ലാസ് പഠിക്കേണ്ടത്. 7 വട്ടമൊക്കെ പഠിക്കാണ്ട് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നായി മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി മനസ്സിലാക്കി. ഇമാമൻ തൊഴിൽ സഹിയാകാനുള്ള നിബന്ധനകൾ ഏതെല്ലാം? ക്വസ്റ്റ്യൻ നമ്പർ 2, മാമൂമിൻ്റെ നിസ്കാരം സ്വീകാര്യമാവില്ലല്ലോ. ചോദ്യം എന്താ അറിയോ? ഇമാമ് ചെറിയ ശുദ്ധിക്കാരനാണെന്ന്, നസ്ര ചുമന്നവനാണെന്ന് അറിഞ്ഞാൽ, തുടരുന്ന അവസരത്തിൽ അറിഞ്ഞാൽ, നിസ്കാരത്തിനിടയിൽ അറിഞ്ഞാൽ ഇമാമിൻ്റെ മാമൂമിൻ്റെ നിസ്കാരം സ്വീകാര്യമാകുമോ ഇല്ലയോ? 2ാം ചോദ്യം. 3 ഇമാമ് മാമൂമ് തമ്മിൽ നിസ്കാരത്തിൻ്റെ സമയത്തിൽ അഭിപ്രായ വ്യത്യാസമായാൽ അവർ തമ്മിൽ നിസ്കാരം തുടരെ ചെയ്യാവോ ഇല്ലേ? ഷാഫി ഇമാമ് ഹനഫിക്കാരനോട് തുടർന്നു. അങ്ങനത്തെ ഹനഫിക്കാരനാണ്, അവൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടുണ്ട് ഹനഫിക്കാരൻ. എന്നാൽ അവൻ നിസ്കാരം സ്വീകാര്യമാണോ? പിന്നെ സ്വദേശിയായ ആൾ താമം ചെയ്ത് നിസ്കരിച്ചാൽ അവനോട് തുടരാൻ പറ്റുമോ? അടുത്ത ചോദ്യം. ഒരു മഅ്മൂമിനോട് തുറന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ മഅ്മൂമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടാലും അവനോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാണോ? ഇമാമ് ഓത്തറിയുന്ന ആളല്ല, മാമൂമ് ഓത്തറിയുന്ന ആളാണ്. അതുള്ള ശരിയാണോ അല്ലേ? മാമൂമ് പെണ്ണായാൽ മാമൂമിന് ചോദ്യമല്ല. ഇമാമ് പെണ്ണാണെങ്കിൽ ആർക്കാണ് ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുക? ഇനി ഒരാൾ ഇമാമ് ചെറിയ ശുദ്ധിക്കാരനാണ് എന്ന വിഷയം സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞതെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മനസ്സിലായില്ലേ? ഇമാമ് ചെറിയ ശുദ്ധിക്കാരനാണെന്ന് അറിഞ്ഞത് എപ്പോഴാ? ഇനി വലിയ ശുദ്ധിക്കാരനാണെന്ന് അറിഞ്ഞത് എപ്പോഴാ? നേഴ്സിനെ ചുമന്നവനാണ് അറിഞ്ഞത് എപ്പോഴാണ്? നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ നിസ്കാരം സ്വീകാര്യമാണോ അല്ലേ? ഒരാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇമാമ് ഉമ്മിയാണ് അറിഞ്ഞു, മാമൂമ് പോത്തറിയുന്ന ആളാണ്, അല്ലെങ്കിൽ പെണ്ണാണെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ പെണ്ണാണെന്ന് ഇമാം പുരുഷനാണ്, അല്ലെങ്കിൽ
നമ്മൾ കാഫിറാണെന്ന് അറിഞ്ഞു എത്താൽ എന്നാൽ അവൻ എന്ത് ചെയ്യണം? ഇടയിലാണ് അറിഞ്ഞതെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ. എല്ലാവരും കൃത്യമായി വർക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.